പ്രൈസ് ദി ലോർഡ്. മറിയം ഒരു യഹൂദ പട്ടണത്തിൽ സെഖര്യാവിൻ്റെ വീട്ടിൽ എത്തി ഏലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം ഏലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. മാത്രമല്ല, ഏലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ, എൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനമുള്ളവളായി. മാതാവിൻ്റെ വന്ദന സ്വരം ചെവിയിൽ എത്തിയപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് അരുളി ചെയ്ത്, വിശ്വസിക്കുന്നവൾ വിശ്വസിക്കണം, എന്നാൽ നിങ്ങൾ ഭാഗ്യവതി. ഈ സമയം മറിയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവിനെക്കുറിച്ച് പറയുകയാണ്. മറിയം പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തും, എൻ്റെ ആത്മാവ് കർത്താവിൽ ഉല്ലസിക്കുന്നു. 3, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷിതാവ്. 4 പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, എൻ്റെ താഴ്ച കർത്താവ് കടാക്ഷിച്ചിരിക്കുന്നു. 5 കാര്യം പറയാണ്, കർത്താവ് കടാക്ഷിച്ചിരിക്കുന്നു. 6, എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് എന്നെ വാഴ്ത്തും. കർത്താവ് എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ നാമം പരിശുദ്ധം തന്നെ. കർത്താവിനെ ഭയപ്പെടണം. 10 കാര്യം, കർത്താവിൻ്റെ കരുണ തലമുറയോളം ഇരിക്കും. കർത്താവിൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. കർത്താവ് പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു. കർത്താവ് താണവരെ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 14 കാര്യം പറഞ്ഞാൽ, കർത്താവ് താണവരെ ഉയർത്തിയിരിക്കുന്നു. 15, കർത്താവ് വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. 16, കർത്താവ് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. 17, കർത്താവ് പിതാക്കന്മാരോട് അരുളി ചെയ്തത്. 18 വിഷയം, കർത്താവ് അബ്രാഹാമിനും അവൻ്റെ സന്തതിക്കും കരുണ ഓർത്തിരിക്കുന്നു. 19, കർത്താവിൻ്റെ ദാസനായ ഇസ്രായേലിൽ യഹോവ തുണച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവാണ് എല്ലാം ചെയ്തതെന്ന് മറിയം തന്നെ പറഞ്ഞ് നമ്മെ മനസ്സിലാക്കി തരുമ്പോൾ, എന്തുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിച്ചു? കർത്താവിനെയാണ് ആരാധിക്കേണ്ടത്. എന്നാൽ അനേകർ മറിയത്തെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, കർത്താവിനെ ഒരിക്കലും മറന്നു പോകരുത്. കർത്താവാണ് ഇതെല്ലാം ചെയ്തത്, കർത്താവാണ് അനുഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ നാമമാണ് അനുഗ്രഹിക്കപ്പെട്ടത്, കർത്താവാണ് പ്രപഞ്ചവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത്. കർത്താവിനെ ആരാധിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്ന നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തിൻ്റെ രക്ഷയിൽ രക്ഷിക്കപ്പെടും. ആകാശത്തേക്ക് പറയട്ടെ നാമം യേശുവിൻ്റെ നാമം. കർത്താവാണ് എല്ലാം നമ്മോട് കൂടെ. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിനെ ആരാധിക്കുക, കർത്താവായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ കുടുംബത്തെയും നമ്മളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും.